ഐസൻ ജോസ്, അഭിജിത്ത് ദീപ്കെ ഇദ്ദേഹമാണ് ഫൗണ്ടർ ആൻഡ് കൺവീനർ. അഭിജിത്ത് ദീപ്കെ അറിഞ്ഞുകൂടാത്ത പ്രേക്ഷകർക്കായി മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗറിൽ ജനിച്ചു വളർന്ന് പൂനെയിൽ വിദ്യാഭ്യാസം നേടി ജേർണലിസം പഠിച്ച ശേഷം ഇപ്പോൾ ബോസ്റ്റണിലെ വിദ്യാർത്ഥിയാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നും പബ്ലിക് റിലേഷൻസ് എന്നും കാണുന്നുണ്ട്. ഇതിലേതാണെങ്കിലും അഭിജിത്തിന്റെ മാതാവ് ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് ഭയമാകുന്നു, അവൻ രാഷ്ട്രീയത്തിലൊന്നും ഇറങ്ങരുത്, അവിടേക്ക് അയച്ചത് പഠിച്ച് നല്ലൊരു കരിയർ ഉണ്ടാക്കാനാണെന്നാണ്. ഭാരതത്തിൽ ഇന്നത്തെ യുവജനങ്ങളുടെ ഒരു ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് 1 നല്ല വിദ്യാഭ്യാസം, 2 തൊഴിലവസരം, 3 തുല്യ അവകാശങ്ങൾ. ഏതാണ്? തൊഴിൽ മേഖലയിലും മെച്ചപ്പെട്ട ജീവിത സാഹചര്യം, ആസ്പയറിംഗ് യൂത്ത്. ഇനി എന്തൊക്കെ തന്നെ നിലവിലുള്ള പ്രതിപക്ഷം പറഞ്ഞു കഴിഞ്ഞാലും ഈ കഴിഞ്ഞ 2 അതിന് തുടർച്ചയായി വന്ന 3 കേന്ദ്ര സർക്കാരുകളുടെ കാലത്ത് ഈ ആസ്പിറേഷൻ തിരിച്ചറിഞ്ഞ് അവരുടെ ആസ്പിറേഷൻ അനുസരിച്ച് വികസനത്തിന്റെ പാതയിലൂടെ ഭാരതത്തെ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രതിപക്ഷം പോലും ചോദ്യം ചെയ്യില്ല. കാര്യം ഇത് കേവലം അവകാശവാദങ്ങളായിരുന്നില്ല. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ഇതൊക്കെ എണ്ണി കാണിക്കാവുന്ന വികസന പദ്ധതികളിലൂടെ നാം കണ്ടതാണ്. അപ്പം ഭാരതത്തിലെ യുവജനതയാകെ രോഷത്തിലാണ് എന്നുള്ളൊരു വ്യാഖ്യാനം ചില മാധ്യമങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തായിരിക്കും ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടാവാനൊരു കാരണം? ഇത് കേവലം ജെൻസിയുടെ ഒരു ആവേശം, അതല്ലെങ്കിൽ ചില വീഡിയോകൾ അപ്രതീക്ഷിതമായി വൈറലാകുന്നത് പോലെയാണോ ഇതിനെ കാണേണ്ടത് ഐസൻ ജോസ്? തീർച്ചയായും ഇതൊരു വീഡിയോകൾ അപ്രതീക്ഷിതമായി വൈറലാകുന്ന ഒരു വിഷയം തന്നെയായിരുന്നു. കാരണം ഇതേക്കുറിച്ച് ഈ വിഷയം ഒരു സൈബർ ക്യാമ്പയിനാണ്. അതൊരു യാഥാർത്ഥ്യമാണല്ലോ. ഒരു സൈബർ ക്യാമ്പയിൻ എന്ന നിലയ്ക്ക് ഇതൊരു സൈബർ ക്യാമ്പയിൻ തുടങ്ങിയ സമയത്ത് സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ പരിശോധിച്ചപ്പോൾ പല സൈബർ നിയമ വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയത് ഇതിനെ തൊടാതിരിക്കുക, അതിനെ ഏറ്റുപിടിക്കാതിരിക്കുക. ഗൗതം പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. ഇതിനെ ഏറ്റുപിടിക്കാതിരിക്കുക, അത് സ്വാഭാവികമായും കെട്ടടങ്ങും. അത് കെട്ടടങ്ങുന്നതിന് മുമ്പ് അതിൽ ചില രാഷ്ട്രീയ പ്രതികരണങ്ങളുണ്ടായാൽ ആ പ്രതികരണങ്ങൾ ഇത് വളരാനുള്ള വളക്കൂറുള്ള മണ്ണാകും. അത് തന്നെയാണ് ഈ മാധ്യമങ്ങളുടെ ലക്ഷ്യം. അതായത് അൺയൂഷ്വൽ മാസ്കറ്റ് എന്നാണ് BBC റിപ്പോർട്ട് ചെയ്തത്. അസാധാരണമായ ഭാഗ്യചിഹ്നം. എന്താണ് ഈ ഭാഗ്യചിഹ്നം എന്ന് എനിക്ക് അത്രയായിട്ട് മനസ്സിലാവുന്നില്ല. പാറ്റ. ഓക്കെ, ഈ പാറ്റയുടെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ ആണവ ആയുധത്തെ വരെ പ്രതിരോധിക്കാൻ അതിന് ശേഷിയുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ ബയോളജിക്കലായ പോയിന്റ്. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ വസ്തുത, എന്തോ സംഭവം ഉണ്ടെന്ന് അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ വലിയ ഭാഗ്യവസ്തുവായി മാറാനും സാധ്യതയുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഒരു ദൈവത്തിൻ്റെ സൃഷ്ടിയെ നമ്മൾ നിഷേധിക്കേണ്ട. അപ്പോൾ ഈ അൺയൂഷ്വൽ മാസ്കറ്റ് എന്ന് പറഞ്ഞ് ഇതിനെ കൃത്യമായ ഒരു ക്യാമ്പയിനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു BBC എന്നത് ഒന്നാമത്തെ തെളിവ്. സാർ നേരത്തെ അത് സൂചിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അഖിലേഷ് യാദവ്, മുഹമ്മദ് മൈത്ര എന്നിവരൊക്കെ ഇതിൻ്റെ പുറകെ പോകുന്നു, മാധ്യമപ്രവർത്തകർ പുറകെ പോകുന്നു. ഇതിനെ ചെയ്യേണ്ടിയിരുന്ന് ഇന്നലെയായിരുന്നു ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതെങ്കിൽ ഞാൻ ഈ ചർച്ചയിൽ വന്നിരുന്ന് പറയുമായിരുന്നു, ഞാൻ ഈ ചർച്ചയിൽ നിശബ്ദനാകും, ഇതിനെ ക്യാമ്പയിൻ ചെയ്യരുത്, ഇതിനെ ചർച്ച ചെയ്യരുത്, ഇത് വേണ്ടാത്ത ഒരു ക്യാമ്പയിൻ, ഇഗ്നോർ ഇറ്റ് എന്ന് തന്നെയായിരിക്കും ഞാൻ പറയുകയായിരുന്നു. ഞാൻ ഈ ചർച്ചയിൽ വന്നിരിക്കാൻ ചീഫ് എഡിറ്റർ നിർദ്ദേശിക്കുകയാണെങ്കിൽ ഇവിടെ വന്നിരുന്നു ഇത് പറഞ്ഞ് ഞാൻ മിണ്ടാതിരിക്കുമായിരുന്നു. പക്ഷേ ഇനിയും മിണ്ടാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം ഇത് മാധ്യമപ്രവർത്തകരും, കൃത്യമായ ഇടതുപക്ഷ ആശയങ്ങളുള്ള മാധ്യമപ്രവർത്തകരും, അതുപോലെ തന്നെ വലതുപക്ഷ ആശയങ്ങളുള്ള മാധ്യമപ്രവർത്തകരും, രാഷ്ട്രീയ പ്രവർത്തകരും, രാഷ്ട്രീയക്കാരൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞു. പക്ഷേ നമ്മൾ ടിയാൻമെൻ സ്ക്വയറിലുണ്ടായ പ്രശ്നം തൊട്ട് 89-ലെ ടിയാൻമെൻ സ്ക്വയറിലെ പ്രശ്നമുണ്ടായത് നേരിട്ട് കണ്ട ഒരു വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ട്. വ്യക്തിയുടെ പേര് പറയാനും എനിക്ക് ബുദ്ധിമുട്ടില്ല, അദ്ദേഹം ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. ഡോക്ടർ പൗലോസ് മാർ പൗലോസ് എന്ന് പറയുന്ന കൽദായ സുറിയാനി സഭയുടെ ബിഷപ്പായിരുന്നു. അന്ന് ഈ ടിയാൻമെൻ സ്ക്വയറിൽ സംഭവം നടക്കുമ്പോൾ ആ ഹോട്ടലിൽ അദ്ദേഹം നേരിട്ട് ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊക്കെ സ്കൂളുകളിലും കോളേജുകളിലും വന്ന് അതിൻ്റെ കഥകൾ പറഞ്ഞു തരുന്ന ഒരു അസാധാരണ മനുഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹം എൻ്റെ ഒരു റോൾ മോഡൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ മനുഷ്യൻ പറഞ്ഞത് ഇന്നും ഓർമ്മയുണ്ട്. അതിശക്തമായ ആക്രമണം അവിടെ ഈ യന്ത്രവൽകൃത കവചിത വാഹനങ്ങൾ കൊണ്ട് നടത്തുന്നു, എല്ലാ ബുദ്ധിമുട്ടുകളും അവിടെ ഉണ്ടാകുന്നു, മനുഷ്യർ കുറേ ദിവസം അവിടെ കഴിഞ്ഞുകൂടുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അവിടെ ആവശ്യപ്പെടുന്നൊരു വിഷയമുണ്ടായിരുന്നു. അതായത് മാറ്റങ്ങൾ ആഗ്രഹിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാറ്റങ്ങൾ വേണം. ഒരു റിഫോമിസ്റ്റായ ഒരു നേതാവിൻ്റെ ദുരൂഹ മരണമാണ് ആ കാര്യത്തിന് പ്രേരണയായത്. അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പല വിഷയങ്ങളും ഇത്തരത്തിലുള്ള ജനകീയ വിഷയങ്ങൾ, അത് മുല്ലപ്പൂ വിപ്ലവമാവാം, ഈജിപ്തിലെ അറബ് വസന്തമാവാം, അതുപോലെ ടുണീഷ്യയിലെ വിഷയങ്ങളാവാം, മുഅമ്മർ ഗദ്ദാഫിയുടെ കസേര പോയതാവാം, അത്തരത്തിലുള്ള ഒരുപാട് ഇൻ്റർനാഷണൽ വിഷയങ്ങൾ. മുഅമ്മർ ഗദ്ദാഫി 1979 അവിടുത്തെ ഏകാധിപതിയായ ഇദ്രീസ് രാജാവിനെ പുറത്താക്കി അധികാരത്തിലെത്തി. മരുഭൂമിയിൽ കിണർ കുഴിച്ച് വെള്ളം കൊടുത്ത് ഏതാണ്ട് മോശയെ പോലെ, ബൈബിളിൽ മോശയെ പോലെ പാറയിൽ നിന്ന് വെള്ളം വരുത്തി എന്നൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുക. സത്യം തന്നെയാണ്, മരുഭൂമിയിൽ കിണർ കുഴിച്ച് സമൃദ്ധമായ വെള്ളം ലിബിയയിലുണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കിയ ആളെയാണ് പുറത്താക്കേണ്ടി വന്നത്.
അവിടെയൊക്കെ നിഷേധിക്കപ്പെട്ട ചില സാഹചര്യങ്ങളുണ്ട്. അവിടെ ജനാധിപത്യം നിഷേധിക്കപ്പെടുന്നു, അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു, തൊഴിലവസരങ്ങൾ, തൊഴിൽ ചെയ്യാനുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. അത്തരത്തിൽ പലതും യുവജനങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് അതൊരു രാഷ്ട്രീയ സ്വഭാവമുള്ള, അതായത് അവകാശങ്ങളും അധികാരങ്ങളും അല്ലെങ്കിൽ ജനാധിപത്യ അവകാശങ്ങളും ഏത് തരത്തിലുള്ള അവകാശങ്ങളും നിയമവിരുദ്ധമാവുകയും അത് ലഭ്യമാകുന്നതിന് വേണ്ടി സമരമുണ്ടാകുകയും ചെയ്യുന്നതാണ് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന തത്വമെങ്കിൽ അത്തരമൊരു വിഷയത്തെയല്ല ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്. ഒരു പാസിംഗ് കമൻറ്റ്, അതായത് ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പാസിംഗ് കമൻ്റ് ആയിരുന്നു. ഇന്നലെ നിശബ്ദമായിരിക്കേണ്ട വിഷയം ഇന്ന് ശബ്ദിക്കുന്ന വിഷയമാക്കി ഒരു ബഹളത്തിലേക്ക് കൊണ്ടുവരിക എന്ന കൃത്യമായ ഒരു അജണ്ട ഇതിൻ്റെ പിന്നിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നത് ഒരു തെറ്റ് തന്നെയാണ്. സൈബർ ക്യാമ്പയിനുകളിൽ ഇത്തരത്തിലുള്ള ഓവർ കോൺഷ്യസ്നസ് കൊടുത്താൽ അത് പ്രശ്നമാകും എന്ന് തിരിച്ചറിയുന്ന, നമ്മളെക്കാൾ നന്നായി തിരിച്ചറിയുന്ന ആൾക്കാർ തന്നെയാണ് ഈ പ്രശ്നം വളർത്തിയെടുത്തത്. ഇതിനൊരു രാഷ്ട്രീയ അടിത്തറയില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ സമര സ്വഭാവം അതിനില്ല. മാത്രമല്ല, ജനാധിപത്യം നിഷേധിക്കുന്നു എന്ന് ഭാരതത്തിൽ പറയാനേ സാധിക്കില്ല. കാരണം ജനാധിപത്യം കൃത്യമായി 5 വർഷം കൂടുമ്പോൾ അളക്കപ്പെടുന്ന ഒരു രാജ്യം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യം നിഷേധിച്ചിട്ടില്ല. അവകാശങ്ങളോ പൗരാവകാശങ്ങളോ ഒന്നും തന്നെ നിഷേധിക്കപ്പെട്ട സംഭവങ്ങളുണ്ടായിരിക്കാം, 1-2 കേസുകളൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ നിരവധി കേസുകളുണ്ടാകാം. എങ്കിലും ഒരു രാജ്യത്തെ സമഗ്രമായി നിരീക്ഷിക്കുമ്പോൾ വലിയ തോതിലുള്ള ജനാധിപത്യ ധ്വംസനമോ മനുഷ്യാവകാശ ധ്വംസനമോ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളോ യുവാക്കൾക്ക് അവസരം നഷ്ടപ്പെടുന്നതോ തൊഴിൽ ചെയ്യാനുള്ള അവകാശം നഷ്ടപ്പെടുന്നതോ ആയ വിഷയങ്ങളൊന്നും ഉയർന്നു വരാത്തൊരു സാഹചര്യത്തിൽ ഇന്നലെ ഇത് ഇഗ്നോർ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഇന്ന് ഇത് ചർച്ച ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഇതിനെ മാറ്റിയെടുത്തു പല താല്പര്യക്കാരും, അതിൽ നിക്ഷിപ്ത താല്പര്യക്കാരും ഉണ്ട് എന്നതാണ് എൻ്റെ ഒരു ബോധ്യം.